എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മൂന്നാമത്തെ മത്സരത്തിൽ അവർക്ക് ആശ്വാസമായ ഒരു ജയം കിട്ടി. പരാഗ് തന്നെയായിരുന്നു മൂന്നാമത്തെ മത്സരത്തിലും അവരെ നയിച്ചിരുന്നത്. ആദ്യ 3 മത്സരങ്ങളിൽ നയിക്കാൻ കഴിയാത്ത സഞ്ജു NCA ക്ലിയറൻസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ്. മൂന്നാമത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹം ടീമിനെ നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മൂന്നാമത്തെ മത്സരത്തിൽ പരാഗിന് ആശ്വാസമായ ജയമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സമ്മാനിച്ചത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനത്തെ സ്വഭാവം കൊണ്ടും ബാറ്റ് കൊണ്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനം കാരണം അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുള്ള ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം കളിക്ക് ശേഷം ആരാധകരോട് സെൽഫി എടുക്കാൻ പറഞ്ഞ ആരാധകർ അദ്ദേഹം സെൽഫി എടുക്കുകയും അതിനുശേഷം ആ ഫോൺ ആ ആരാധകന് വലിച്ചെറിഞ്ഞു കൊടുക്കുകയുമായിരുന്നു. ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന് കരുതാം. അതുപോലെ തന്നെ കുറഞ്ഞ ഓവർ നിരക്കിരുന്നതിൽ പരാഗിന് 12 ലക്ഷം രൂപ പിഴയും ലഭിച്ചു. ഇത്രയും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്രയും ചെറിയൊരു യങ്സ്റ്റർ 23 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന് ഇത് തുടക്കത്തിലെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിനെയും ബാധിച്ചേക്കാം.